റേഡിയോ മാറ്റുലേ 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. പ്രതിഭയും അതിഥിയും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രതിഭയും അതിഥിയും പരിപാടിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ആയോധന കലകളുടെ മാതാവായ കളരിപ്പയറ്റ് കേരളത്തിന്റെ മണ്ണിൽ നിന്നുയർന്നു വന്ന് ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ദേശീയ തലത്തിൽ നമ്മുടെ നാടിന്റെ പെരുമ ഉയർത്തിപ്പിടിച്ച ഒരു മിന്നും താരമാണ് ഇന്ന് പ്രതിഭയും അതിഥിയും പരിപാടിയിൽ. 2026 ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിത്തിളക്കവുമായി വിജയപീഠത്തിൽ എത്തിയ നടവയൽ സ്വദേശി വിസ്മയ ബേബി. ചുവടുകൾ പിഴയ്ക്കാത്ത കഠിനാധ്വാനത്തിന്റെയും മനക്കരുത്തിന്റെയും കഥയാണ് വിസ്മയയ്ക്ക് പറയാനുള്ളത്. വിസ്മയയുടെ വിശേഷങ്ങൾ കേൾക്കാം ഇന്നത്തെ പ്രതിഭയും അതിഥിയും പരിപാടിയിലൂടെ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ റേഡിയോ മാറ്റുലിയുടെ പ്രതിഭയും അതിഥിയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? എന്റെ പേര് വിസ്മയ. ഞാൻ നടവയിൽ നിന്നാണ് വരുന്നത്. വിസ്മയ ഇപ്പോ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വർക്ക് ചെയ്യാം. എവിടെയാണെന്ന് പറയാമോ? എറണാകുളം. ദേശീയ തലത്തിൽ തന്നെ 2ാം സ്ഥാനം നേടിയല്ലോ ഇപ്പോ കളരിപ്പയറ്റില് ചാമ്പ്യൻഷിപ്പില്. അപ്പൊ ആ ഒരു നിമിഷം എന്താണ് തോന്നിയത്? ഈ മെഡൽ, ഈ ഒരു നേട്ടം ആർക്കാണ് വിസ്മയ സമർപ്പിക്കുന്നത്? നേട്ടം സമർപ്പിക്കുന്നത് പാരന്റ്സിനാണ്. അവരുടെയും ഒത്തിരി കാലത്തെ ഒരാഗ്രഹമായിരുന്നു എനിക്കൊരു മെഡൽ വേണം എന്നുള്ളത്. ഒരുപാട് നാളായി അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. പക്ഷെ ഇപ്പോഴാണ് പ്രൈസ് കിട്ടിയത്. കളരിപ്പയറ്റ് എന്ന് പറയുന്ന ഒരു ആയോധന കലയിലേക്ക് എങ്ങനെയാണ് വിസ്മയ എത്തിച്ചേർന്നത് എന്നൊന്ന് പറയാമോ? അത് സ്കൂളിൽ നിന്ന് കണ്ടതാണ്. ഫ്രണ്ട്സ് ഒക്കെ ചെയ്തപ്പോ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് പോയി ചേർന്നു. ഇത് വിസ്മയ്ക്ക് തന്നെ ഇഷ്ടം വന്ന് ഈ ഒരു മേഖലയിലേക്ക് എത്തിയതാണോ അതോ ആരുടെയെങ്കിലും ഒക്കെ പ്രചോദനം ഉണ്ടായിരുന്നോ? ഇല്ലല്ല, ഞാൻ കണ്ടിഷ്ടപ്പെട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് പോയതാ. എവിടെയായിരുന്നു ആദ്യകാലത്തെ പഠനമൊക്കെ എന്ന് പറയാമോ? കാറ്റാടിക്കവല ജോസ് ഗുരുക്കളുടെ കീഴിലാണ് ഞാൻ കളരി അഭ്യസിക്കുന്നത്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഞാനൊരു 14 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ദേശീയ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കുറെ കാലം മുമ്പേ തുടങ്ങിയിരുന്നുവോ? എങ്ങനെയായിരുന്നു പരിശീലനമൊക്കെ? ഇപ്പൊ കണ്ടിന്യൂസ് ഞാൻ പ്രാക്ടീസിന് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ജോലി തിരക്ക് ആയതുകൊണ്ട് മത്സരത്തിന് വേണ്ടി മാത്രം ഇപ്പൊ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയമാണ് കളരി പോയി ചെയ്യുന്നത്. അപ്പൊ 14 വർഷത്തിനിടയ്ക്ക് മറ്റ് പല മത്സരങ്ങളിലും ഒക്കെ വിസ്മയ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. എനിക്ക് ഒരു 10 വർഷം മുന്നേ ഒരു തവണയും കൂടെ നാഷണലിലെ പ്രൈസ് ഉണ്ടായിരുന്നു. ഇതിപ്പോ 2ാം തവണയാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കിട്ടുന്നത് അല്ലേ? അതെ, 2ാം തവണ. എങ്ങനെയാണ് ഇപ്പോ ഈ ജോലിയും കളരിപ്പയറ്റും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം എങ്ങനെയാണ് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? എനിക്ക് 9 to 6 ആണ് വർക്കിന്റെ ടൈം വരുന്നത്. അപ്പൊ ഈ കോമ്പറ്റീഷന്റെ കാര്യം പറഞ്ഞ ഓഫീസിൽ ഞാനത് 8 to 5 ആക്കി വർക്കിന്റെ ടൈം. അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് കളരി പോയി ഇറങ്ങുന്നത്. ഒരു ദിവസം എത്രയൊക്കെ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കാറുണ്ട്? ഒരു ദിവസം 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ അത്ര സമയം കളരിയിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പരിശീലനത്തിൽ ഇപ്പൊ 14 വർഷമായി കളരിപ്പയറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. പരിശീലനത്തിനിടയിൽ വെല്ലുവിളികളായിട്ടോ പ്രതിസന്ധികളായിട്ടോ എന്തെങ്കിലുമൊക്കെ നേരിട്ടിരുന്നോ വിസ്മയക്ക്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ ആയോധന കലയോട് ഇഷ്ടം തോന്നിപ്പോയത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല അല്ലെ? ഇല്ല. ഈ ഒരു വിജയത്തിന് പിന്നിലെ കുടുംബത്തിന്റെ ഒപ്പം പഠിപ്പിച്ച ഗുരുക്കന്മാരുടെയൊക്കെ ഒരു പിന്തുണയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കളരിന്ന് ആശാൻ നല്ല സപ്പോർട്ടാണ്. എന്ത് മത്സരത്തിന് പോയാലും ഇപ്പം ഞാൻ വർക്കിന് പോകുന്ന സമയമായാലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുകയും ചെയ്യും. അപ്പൊ ഞാൻ അവിടെ ഹോസ്റ്റലിൽ പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻ ആവാറാകുമ്പോഴാണ് ഇവിടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാരും തന്നെ നല്ല സപ്പോർട്ടാ. വീട്ടിൽ നിന്നായാലും കളരിന്നായാലും നല്ല സപ്പോർട്ടാ.
വിസ്മയ ഇപ്പൊ 14 വർഷത്തിന് മുമ്പാണ് ഈ ഒരു കളരിയിലേക്ക് ഇറങ്ങിയത്. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു കുട്ടികളുടെ ഒരു പങ്കാളിത്തം ഈ ഒരു ആയോധന കലയിൽ? ഇപ്പോ ആ പങ്കാളിത്തം കൂടിയിട്ടുണ്ടോ? കൂടുതൽ കുട്ടികൾ ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടോ? എന്താണ് വിസ്മയ്ക്ക് തോന്നുന്നത്? ഇപ്പം കൂടുതൽ കുട്ടികൾ കളരിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കോമ്പറ്റീഷന്റെ കാര്യത്തിലായാലും സ്കൂൾസിലൊക്കെ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട് കളരിന്റെ തന്നെ. അപ്പോ പിള്ളേര് കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ട് ഇപ്പം. അപ്പൊ അന്നുണ്ടായിരുന്നതിനേക്കാൾ കുട്ടികൾ ഇപ്പൊ കളരി പഠിക്കാൻ വേണ്ടി കൂടുതലാണ് അല്ലേ? അതെ അതെ. അതുപോലെ ഈ പെൺകുട്ടികളുടെ പങ്കാളിത്തം ഈ ഒരു ആയോധന കലയിൽ എത്രത്തോളം ഉണ്ട്? നമ്മളെ വയനാട് ജില്ലയിലാണെങ്കിൽ 14 വർഷത്തിന് മുമ്പ് വിസ്മയ പഠിക്കുമ്പോൾ പെൺകുട്ടികളും ഒപ്പം ഉണ്ടായിരുന്നോ? ഇപ്പൊ അവര് കളരിയിലേക്ക് ഇറങ്ങുന്നത് കൂടിയിട്ടുണ്ടോ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും പെൺകുട്ടികൾ അവിടെ കളരിയിലുണ്ട്. പക്ഷെ എന്റെ കൂടെ ഇറങ്ങിയവരൊക്കെ ഇപ്പൊ ഇല്ല. അവരൊക്കെ പകുതി വെച്ച് നിർത്തി പോവുകയാണ് ഉണ്ടായതല്ലേ? ജോലിന്റെ ഒക്കെ ആയാലും ജോലിക്കാര്യത്തിലൊക്കെ അങ്ങനെ പോയി. ഇപ്പോഴും വിസ്മയ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ ഉള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇനിയും മുന്നിൽ ചാമ്പ്യൻഷിപ്പുകളോ മത്സരങ്ങളോ ഒക്കെ മുന്നിൽ കാണുന്നുണ്ടോ? നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കണം എന്ന് ഉണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. കുടുംബത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? അവരുടെ ഒരു 14 വർഷമായിട്ടുള്ള സപ്പോർട്ടിനെ കുറിച്ചൊന്ന് പറയാമോ? വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, പിന്നെ എനിക്ക് 2 ചേട്ടന്മാരാ ഉള്ളത്. പപ്പേന്റെ പേര് ബേബി, അമ്മേന്റെ പേര് ലീന, മൂത്ത ചേട്ടന്റെ പേര് വിശാൽ, രണ്ടാമത്തെ ചേട്ടന്റെ പേര് വിമൽ. ഞാൻ കളരി പഠിക്കാൻ തുടങ്ങിയത് തൊട്ട് അവര് നല്ല സപ്പോർട്ടാണ്. മത്സരത്തിന് പോകുമ്പോഴായാലും അങ്ങനെ വിടില്ല, പോവണ്ട അങ്ങനെയൊന്നും പറയത്തില്ല. ഫുൾ സപ്പോർട്ട് തന്നെ. അപ്പൊ ഈ കളരിപ്പയറ്റിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലുള്ള കുട്ടികളോട് മറ്റ് പല കലകളിലേക്കും ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ അതേപോലെ തന്നെ പ്രാധാന്യം കളരിപ്പയറ്റിനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ കുറെ പേരൊക്കെ ഇതിലേക്ക് വരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള പുതിയ തലമുറയിലെ കുട്ടികളോട് വിസ്മയ്ക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? കളരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയോധന കല പഠിച്ചിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പോലെ എന്തെങ്കിലും ഒന്ന് പഠിക്കുന്നത് നല്ല, പ്രത്യേകിച്ച് പെൺകുട്ടികള് എന്തുകൊണ്ടും പഠിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. എവിടെയാണ് പഠിച്ചതൊക്കെ എന്നൊന്ന് പറയാമോ? അതെ, +2 വരെ നടവയിലാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി ബത്തേരി സെന്റ് മേരീസില്. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്ത് പോയി. പിന്നീട് ജോലിയും കളരിയും ഒപ്പം കൊണ്ടുപോകായിരുന്നു അല്ലേ? അതെ അതെ. ഈ കളരിയിലേക്ക് വിസ്മയ ഇറങ്ങുമ്പോൾ ഈ കളരിയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് വിസ്മയക്ക് അറിയുമായിരുന്നോ? അതോ ഈ ഒരു 14 വർഷത്തെ പഠനം കൊണ്ടാണോ ഇത് മനസ്സിലാക്കിയിരിക്കുന്നത്? ഇറങ്ങിയപ്പോ ചെറുതല്ലായിരുന്നു, അപ്പൊ അതിന് എനിക്ക് ആയുധങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടം തോന്നി പോയതാ. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നടവയിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ +2 വരെ. ആ സമയത്ത് അധ്യാപകരുടെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അധ്യാപകര് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പഠനം ആയതുകൊണ്ട് പഠനത്തിന് സ്പോർട്സിന് ഇറങ്ങുന്നതിന് കുറച്ച് ടീച്ചർമാർക്കൊക്കെ കുഴപ്പമുണ്ടായിരുന്നു. നമുക്കിപ്പം പോയി മെഡലൊന്നും കിട്ടിയില്ലെങ്കിൽ പഠിത്തത്തിലേക്ക് തന്നെ ഇറങ്ങാൻ പറയരുത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർമാരുണ്ട് കേട്ടോ. ഓക്കെ. 10 വർഷം മുമ്പ് ഒരിക്കല് ദേശീയ തലത്തില് മെഡൽ കിട്ടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് വിസ്മയ എന്ത് ചെയ്യുമായിരുന്നു? സ്കൂളിലായിരുന്നല്ലോ. അതെ, സ്കൂളിലായിരുന്നു. ആ സമയത്ത് സ്കൂളില് അനുമോദനങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് വീട്ടുകാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ ഒരു പ്രതികരണം ഈ വിജയത്തിന് ശേഷം? ഒരുപാട് നാള് എന്നുവെച്ചാൽ കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകെ നടക്കുമായിരുന്നു. പ്രാക്ടീസ് ആയാലും എല്ലാ കാര്യത്തിനായാലും. അപ്പൊ ഒരു മെഡൽ കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ പിന്നെ ഈ സെൽഫ് ഡിഫൻസ് ഇല്ലേ, എല്ലാ പെൺകുട്ടികളും പഠിച്ചിരിക്കണം എന്നിപ്പോ പറയാറുണ്ട്. സ്കൂളുകളിലാണെങ്കിലും ഒക്കെ പല രീതിയിലുള്ള സെൽഫ് ഡിഫൻസ്, സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ കരാട്ടെയൊക്കെ പോലെ ഈ കളരിപ്പയറ്റ് എത്രത്തോളം സ്വയം പ്രതിരോധത്തിന് സഹായിക്കും എന്നാണ് വിസ്മയുടെ ഒരു അനുഭവം? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടും
ഇതുപോലത്തെ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നത് നല്ലതാണ്. എല്ലാത്തിലും സ്വയം പ്രതിരോധിക്കാൻ നമുക്ക് ആവണം. അപ്പോ ഇന്നത്തെ കാലത്ത് ഇത് പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒറ്റയ്ക്ക് പോവാനും വരാനും വിസ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടിയിട്ടേ ഈ കളരിപ്പയറ്റ് പോലുള്ള ഒരു ആയോധന കല പഠിച്ചത് കൊണ്ട് കുറച്ച് ആത്മവിശ്വാസം അല്ലെങ്കിൽ ധൈര്യം കൂടുതൽ കിട്ടിയതുപോലെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായും തോന്നിയിട്ടുണ്ട്. ഇപ്പം എവിടെയെങ്കിലും പോവാനാണെങ്കിലും എന്റെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും പേടിയൊന്നുമില്ല. അപ്പൊ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതും ഇപ്പോ താമസവും ഒക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയാണെങ്കിൽ ഇതൊന്നും പഠിച്ചത് കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കാനും നിൽക്കാനും ഒക്കെയുള്ള ഒരു ധൈര്യം കൂടുതൽ ഉണ്ട് അല്ലേ, ആത്മവിശ്വാസവും? ഉണ്ട്. അത് കളരി പഠിച്ചത് കൊണ്ട് വന്നതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് കളരി പഠിച്ചുകൊണ്ട് തന്നെ കിട്ടിയതാണെന്ന്. അപ്പോൾ ഒരുപാട് സന്തോഷം വിസ്മയ. ഇനിയും ഇതുപോലെയുള്ള ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും വിസ്മയ ബേബി എന്ന പേര് കളരിപ്പയറ്റിലൂടെ അറിയപ്പെടാൻ സാധിക്കട്ടെ. വയനാട്ടിലെ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാന താരമായി മാറിക്കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ. താങ്ക് യു. ലക്ഷ്യബോധവും ചിട്ടയായ പരിശീലനവുമുണ്ടെങ്കിൽ ഏതൊരു ഉയരവും നമുക്ക് കീഴടക്കാമെന്നാണ് വിസ്മയ ബേബിയുടെ വിജയത്തിലൂടെ മനസ്സിലാകുന്നത്. വെറുമൊരു കായിക വിനോദമെന്നതിലുപരി കളരിപ്പയറ്റ് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസവും ധൈര്യവും വിസ്മയയുടെ വാക്കുകളിൽ വ്യക്തമാണ്. വയനാടിന്റെ പേര് ദേശീയ തലത്തിലെത്തിച്ച വയനാടിന് അഭിമാനമായ വിസ്മയ ബേബിക്ക് വരും കാലങ്ങളിൽ ഇതിലും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്നാശംസിക്കാം. ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ നടവയൽ സ്വദേശി വിസ്മയെയാണ് ഈ പരിപാടിയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പ്രതിഭയും അതിഥിയും. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭാശാലികളെയും വിശിഷ്ടാതിഥികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി പ്രതിഭയും അതിഥിയും.